ഒരു പഴയ കാല 4 മണി പലഹാരം. പല ജില്ലകളിലും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. തരിവട്ടെന്നും കട്ടൻസ്, കട്ട്ലസ്, അങ്ങനെ കുറേയധികം പേരുകളുണ്ട്. അപ്പോൾ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലൊരു 4 മണി പലഹാരമാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്നുകിൽ കറുത്ത എള്ള്, അതല്ലെങ്കിൽ ഇതിന് പകരം കരിയും ജീരകം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എള്ള് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിനൊന്ന് തയ്യാറാക്കിയെടുക്കാം. കൂടുതൽ സമയം നമ്മൾ ചെയ്തെടുക്കേണ്ട. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് റവയാണ്. ഇവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് 3/4 കപ്പ് ചിരകിയ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. 1/2 കപ്പാണ് മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. തേങ്ങയുടെ അളവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തേങ്ങ കുറച്ച് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒന്നുകൂടി നല്ല രുചിയാണ്. ഞാൻ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ വിട്ടു പോകരുത്. ഇനി ഒരു 1/2 ടീസ്പൂണൊക്കെ നെയ്യ്. ഈ നെയ്യ് ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. നെയ്യുടെ ആ ഒരു ഫ്ലേവർ ചെറുതായിട്ട് കിട്ടുന്നതിന് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അതായത് തേങ്ങയുടെ ആ ഒരു നനവ് റവയിലോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ ഒരു കുറച്ച് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പാത്രം നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിനകത്തോട്ടേക്ക് ചേർക്കുക. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരിയില്ല, ഒരു 2 നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് വറുത്തെടുക്കുന്ന പാകം എന്ന് പറയുന്നത് റവ അത്യാവശ്യം ഒരു ചെറിയൊരു കളർ മാറി വരുന്നവരെ മാത്രം ശ്രദ്ധിക്കാനുള്ളത്. ഇതൊരിക്കലും വറുത്തിട്ട് ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ പോകുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കരുത്. ഇതിപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ പാത്രത്തിനകത്ത് വെക്കരുത്, അപ്പോൾ റവ ഒന്നുകൂടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ജസ്റ്റ് വേറൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാം. ഒരു 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 3/4 കപ്പ് 1 കപ്പൊക്കെ പഞ്ചസാര വെച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ഈ പഞ്ചസാര പാനിയുടെ ഒരു പാകം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് ഒറ്റനൂൽ പാകമൊന്നും വേണ്ട, ചെറുതായിട്ട് ഒരു ഒട്ടൽ പോലെ ഉണ്ടാവുമല്ലോ, ഇത് തിളച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടുന്ന പാകം, അത് മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ പഞ്ചസാര പാനി റവയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരിക്കലും ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ പഞ്ചസാര പാനി മുഴുവനായിട്ട് വേണ്ടി വരില്ല. ഇവിടെ ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നോക്കി വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ പാകം നമ്മൾ നോക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകം, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ അരിയുണ്ടൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു പാകം ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് കൈ വെച്ചൊന്ന് പിടിച്ച് ഒന്ന് റോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത ഒരു കണക്കിന് ഓൾമോസ്റ്റ് പഞ്ചസാര പാനി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഏകദേശം എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കണക്ക് കറക്റ്റാണ്. അപ്പോൾ കൈ വെച്ച് പിടിച്ചപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് റവ ലഡു ഒക്കെ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ആ പഴയ കാല രീതിയിൽ നമ്മൾ പണ്ട് ആ ഒരു വാങ്ങിക്കുന്ന ആ ഒരു സ്റ്റൈലിലത് ഇപ്പോഴും കുറേ കടകളിലൊക്കെ ഇത് വാങ്ങാനുണ്ട്. ചായക്കടകളിലൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ, കുറേ പേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് സേവനാഴിയാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ പ്രസ് ചെയ്യുന്ന സേവനാഴി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാവും നമ്മൾ തിരിച്ചിട്ട് ചെയ്യുന്നതുണ്ടല്ലോ, അതാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളത് മുകളിലോട്ടേക്ക് അങ്ങ് വലിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ആ പഴയ കാല രീതിയിൽ തന്നെ കാണിക്കാലോ എന്ന് വെച്ചിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ലഡു പോലെ റോൾ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇതിൻ്റെ ആ ഒരു എള്ളിൻ്റെയും അതല്ലെങ്കിൽ കരിഞ്ചീരകമാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിട്ടിരിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ തേങ്ങയൊക്കെ ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.